ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പുട്ടും പഴവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പുട്ടിൻ്റെ കൂടെ ഏത്തപ്പഴവും കൂടെ ഇട്ടിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂടുതൽ തന്നെ ചായയും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒന്നിച്ചാവില്ല, പുട്ടാവുമ്പോൾ പെട്ടെന്ന് പണിയും തീരുമല്ലോ. ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, എന്തൊക്കെയോ തിരക്കായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഫോണും പിടിച്ച് നടക്കണ്ടേ. അപ്പം രാവിലെ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് അതിന് സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ കുറേ ആയി. അപ്പോൾ പിന്നെ അതുമല്ല, ഒരു എക്സാം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഒട്ടും സമയം കിട്ടില്ല. ഇപ്പോൾ ഫ്രീ ആയി. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ ഇടണം എന്നിങ്ങനെ ഭയങ്കര ആഗ്രഹം. അപ്പം പിന്നെ വീഡിയോ എടുത്തിട്ട് ചായ ആയി, തിളച്ചു. പിന്നെ പാലൊഴിച്ചു. അപ്പോഴത്തേക്കും കൊച്ചവിടെ നിന്ന് അവൻ എഴുന്നേറ്റിട്ടുണ്ട്. അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവൻ്റെ അടുത്തേക്ക് പോയി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പൊന്നേറ്റ് വായോ, തക്കരമുത്തേറ്റ് വായോ, അമ്മയുടെ പഞ്ചാരമുത്തേറ്റ് വായോ, ഏറ്റ് വായോ, വായോ കണ്ണ. ഓഹോ, മിടുക്കനാണേ ഇഷാമി, മിടുക്കനാണേ. ഇസുക്കട്ട് മിടുക്കനാണേ. പോയിപ്പന്നെ അമ്മ മടക്കി വെക്കണോ? പോപ്പമ്മ മടക്കി വെക്കണോ? ഗുഡ് ബോയ്, ഗുഡ് ബോയ്. എൻ്റെ പൊണ്ണു, വീണ് പോയോ? ബാ ബാ ബാ. പിന്നെ അവനെ കളിപ്പിച്ചു. പിന്നെ അവൻ്റെ പാലും കുപ്പി തിളപ്പിക്കാൻ വെച്ചു. കപ്പി തന്നെ കൂടുതലും കൊടുക്കുക, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുപ്പിയിൽ വെള്ളമൊക്കെ അങ്ങനെ കൊടുക്കുക. ഇപ്പോൾ സമയം 8:30 ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. സാധാരണ ഞാൻ 8:10 ആകുമ്പോൾ ഇറങ്ങാറുണ്ട്. ഇന്ന് പിന്നെ കുറച്ച് ലേറ്റായത്. ഇന്ന് സ്കൂൾ ബസ്സിനല്ല, ഇന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു. സ്കൂൾ ബസ് ഇന്ന് 7:45 ആകുമ്പം പോവും, നമ്മുടെ ഇതിലെ പാസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ കലോത്സവം നടക്കുകയാണ്, സബ് ജില്ലാ കലോത്സവം. അപ്പം കലോത്സവത്തിന് പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടി സ്കൂൾ ബസ്സിലാണ് പോവുക. അപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണം സ്കൂളിൽ നിന്ന് കലോത്സവത്തിലുള്ള കുട്ടികളെ കൊണ്ടുപോകാൻ. അപ്പോൾ അത്ര രാവിലെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാകുമ്പോൾ നടന്നു പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 8:45 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. 9:00 നമുക്കിവിടെ ക്ലാസ്സിൽ. പക്ഷേ ഇപ്പം NMMS ശ്രദ്ധയുടെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ചില ടൈമിൽ ഡ്യൂട്ടി ഇടും. അപ്പം പിന്നെ 9 മണിക്ക് സ്കൂളിലെത്തണം. അതുകൊണ്ട് പിന്നെ സ്കൂൾ ബസ്സിന് പോകും. എനിക്ക് ആക്ച്വലി നടന്നു പോകാൻ തന്നെ ഇഷ്ടം. പോകാനായി. ഇനി നോക്കി അവനോടൊന്ന് പറഞ്ഞിട്ട് പോകാം. അവനിപ്പോൾ പുറത്തുണ്ട്, അടുക്കളയിൽ മമ്മിയുടെ കൂടെ ഉള്ളത്. അപ്പം വാ, നമുക്ക് അവൻ്റെ അടുത്ത് പോയി നോക്കാം അവനോട്. അപ്പം അവനോട് യാത്രയൊക്കെ പറഞ്ഞ് പോവാനിറങ്ങാണ്. പോവാണേ. പോകുന്ന വഴിക്കത്തുള്ള കാഴ്ച കാണിച്ചു തരാം. ഈ ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തരുന്നത്. അപ്പം നോക്കിയാൽ നല്ല പച്ചപ്പ്, വഴിക്ക് ഇങ്ങനെ കിടാവൊക്കെ നിൽപ്പുണ്ടായിരുന്നു കളിച്ചുകൊണ്ട്. ഇവിടെ സൈഡിൽ കണ്ടം കൃഷി ചെയ്തുകൊണ്ടിരുന്നതെന്ന് തോന്നും. ഇവിടെ സൈഡിൽ കണ്ടം കാണാം. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെയൊക്കെ നിറച്ചും നെല്ലുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നെല്ലൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആരും കണ്ടം കൃഷി ഈ വർഷം അങ്ങനെ ആരും എടുത്തില്ല എന്ന് തോന്നുന്നു. കണ്ടം കൃഷി അത്ര ലാഭമല്ലാന്ന് തോന്നുന്നു. പിന്നെ പണിക്കാരെയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ ഇവിടെ വന്നേ പിന്നെ കേട്ടോ കണ്ടം കൃഷി കാണുന്ന. അല്ലാതെ ഇങ്ങനെ ട്രെയിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ നാട്ടിലേക്ക്, ഞാനിവിടെ കല്യാണം കഴിച്ചു വന്നാൽ, എൻ്റെയൊക്കെ നാട്ടിലേക്ക് തെങ്ങ്, കവുങ്ങ്, റബ്ബർ അങ്ങനെയൊക്കെയാണ് കൂടുതലുള്ളത്. ഇതില്ല. അപ്പം ഇങ്ങനെ നടന്നു. ഇത് നോക്കിയേ, നമ്മുടെ ചെറുപ്പത്തിൽ കണ്ട ഉണ്ണീശോ പുല്ലാന്ന് തോന്നിയത്. കറക്റ്റ് എനിക്കറിയില്ല. ഇങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ണീശോ പുല്ല് വരുന്നത്. കുറേ ആയി അതൊക്കെ കണ്ടിട്ട്. വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. സ്കൂളെത്തി. ഇത് ഈ ബിൽഡിങ്ങിലെ ആ യെല്ലോ കളറുള്ള, അതിപ്പോൾ ഒരാഴ്ചയായതേ ഉള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ മുകളിലത്തെ സൈഡിൽ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ സ്റ്റാഫ് റൂമിലെത്തി. അപ്പം ഫസ്റ്റ് 2 അവർ ഫ്രീ ആയിരുന്നു. അപ്പം ഇനി അടുത്ത അവർ 3rd അവർ ക്ലാസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇന്ന് പിന്നെ ഇച്ചിരി സ്കൂളിൽ നേരത്തെ വിട്ടു. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. വീട്ടിലെത്തി. ഇത് കണ്ടോ, ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിയതാ, ലിച്ചിപ്പഴമാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നമ്മുടെ റംബൂട്ടാൻ പോലെയൊക്കെ തന്നെ, പക്ഷേ റംബൂട്ടാൻ്റെ ടേസ്റ്റൊന്നും ഇല്ല. വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.